ദർശനൊരു ഷോട്ട് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതിനെ മാച്ച് ചെയ്യാൻ ഒരു ഷോട്ട് ഇപ്പുറത്തുനിന്ന് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് എന്തായാലും കിട്ടി. ഹാവും അപ്പം ഞാനിങ്ങനെ ഹാവും. ഇപ്പൊ ഞാൻ ചെന്നൈ തിയേറ്റർ സർക്കിളിലെ ഒരാളാണ്. ഈ ആള് മറ്റേ ചെന്നൈ തിയേറ്റർ സർക്കിളിൽ കേറാൻ നോക്കുന്ന ഒരാളാണ്. അമ്മയുടെ ഹാപ്പിനെസ് ആണ് ഇപ്പൊ കേരളം ആഘോഷിക്കുന്നത്. അമ്മ സൂപ്പർ ഹാപ്പിയാണ്. നിങ്ങൾ രണ്ടുപേരെ നോക്കിയിട്ട് എനിക്ക് ദർശനായിരിക്കും ജയിക്കുക എപ്പോഴും. അങ്ങനെയൊന്നുമില്ല. അല്ലല്ലേ? ഞാൻ അതിന് ഓടിക്ലിപ്പിടുക. ഓ എനിക്ക് വരുന്ന എല്ലാം ഡാർക്കാണല്ലോ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു ഇന്റർവ്യൂ നായകൻ 5-6 പ്രാവശ്യം യൂസ്ലെസ് എന്റെ ഇന്റർവ്യൂലായിരിക്കും. ഈ ഇന്റർവ്യൂവിന്റെ ദിശ മാറി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. I'm not even talking to him. I'm talking to her. അതെ അങ്ങോട്ട് I didn't say anything. I could feel that energy of it. What is this? എന്റെ ഒരു ക്ലോസ് കട്ട് ചെയ്തിരുന്നു കേട്ടോ ആ മൊമെന്റിൽ. എല്ലാരും കാണട്ടെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. What is this nonsense? നമുക്ക് സ്റ്റാർട്ടിങ് ഓഫ് ഒരു പാരഡൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വാട്ട് ഈസ് ദറ്റ് ഒരു ഡെഫിനിഷൻ വരുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഈ മൂവിയുടെ ഒരു ഡെഫിനിഷനും രണ്ടുപേരിലും തുടങ്ങാം. ആർക്കാച്ചാ തുടങ്ങാം? ഇന്നലെ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു ഡയലോഗ് പറഞ്ഞില്ലേ? ഞാൻ പറയാം. ഇതാണ് കുറച്ച് ദിവസമായിട്ട് ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ഞാൻ പറയുന്ന കാവൻ പറയും, പിന്നെ അവൻ പറയുന്നത് അങ്ങനെ കക്കാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ഒരു ലൈഫ് ഈസ് ഫോർ മീ വെരി ലൈക്ക് സ്വർഗം. ഐ എം ഗെറ്റിംഗ് ടു ഡു വാട്ട് ഐ വാണ്ട് ടു ഡു. ഐ എം സറൗണ്ടഡ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ഐ ഹാവ് ടൈം വിത്ത് മൈ പീപ്പിൾ. I eat great food, I travel. That's paradise. Very nice. And the movie for you? What the movie means? എനിക്ക് ആക്ച്വലി ആ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ പടം മാത്രമാണ് മനസ്സിൽ വരുന്നത്. ആരെങ്കിലും ഇപ്പോൾ പാരഡൈസ് എന്ന് പറയുമ്പോൾ ബിക്കോസ് 1.5 കൊല്ലമായിട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. ആൻഡ് അത് അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി മറന്നു കളയാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ പാരഡൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ അർത്ഥം കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. സോ ഐ തിങ്ക് ദ മൂവി ഓൾസോ ഫോർ മീ ഹാസ് ബിൻ ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്. അത് ഈ ആൾക്കാരൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ സിനിമ കണ്ടു. ഈ സിനിമയിൽ ഒരു ജെൻഡർ ഡൈനാമിക്സ് ഉണ്ട് നിങ്ങൾ തമ്മിലുള്ളത്. പിന്നെ അതുമാതിരി മൈനോറിറ്റീസിൻ്റെ സ്ട്രഗിൾ കാണിക്കുന്നുണ്ട്. പിന്നെ എക്കണോമിക് ക്രൈസിസ് ഓഫ് ശ്രീലങ്ക ആ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നല്ലോണം കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ രാമായണം അത് ഞാൻ എത്താം. അപ്പോൾ അങ്ങനെ ഒരു കുറേ സ്ട്രക്ചറൽ കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഫോറിൻ ലാൻഡിലുള്ള ആൾക്കാർ രണ്ടുപേര്, നിങ്ങൾക്ക് ഏറ്റവും അധികം ചാലഞ്ചസ് എന്തൊക്കെയാണ്, അത് ഓവർകം ചെയ്ത് എങ്ങനെയാണ്, ഏറ്റവും അഡ്വാൻറ്റേജ് എന്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും ആക്ടിങ് കപ്പാസിറ്റിയിൽ? ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന സാധനമായിരിക്കും അതിനകത്ത് ഏറ്റവും ചാലഞ്ചിങ് സാധനം. ആക്ച്വലി ലിറ്ററലി ഞങ്ങൾ ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാൻ ലാൻഡ് ചെയ്തപ്പോൾ പ്രസന്ന സാർ എൻ്റെ ഫോണിൽ അയച്ചിട്ട് മെസ്സേജസ് വെൽക്കം ടു ശ്രീലങ്ക, ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്റ്റേ ഹിയർ ഇസ് കംഫർട്ടബിൾ ആൻഡ് എവറി മൂമെന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഇസ് ചാലഞ്ചിങ് എന്നായിരുന്നു. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ അല്ലേ എനിക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നി എല്ലാ ഷൂട്ട് എക്സ്പീരിയൻസ് ഒന്നും ശരിക്കും നമുക്ക് വേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഇവർ രണ്ടുപേരും കേശവും അമൃതയും തമ്മിലുള്ള ഡൈനാമിക്സ് അത് കുറച്ച് നാളായിട്ട് ഒരു റിലേഷൻഷിപ്പിലുള്ള 5 വർഷമായിട്ട് ദേ ടുഗെദർ. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അത്ര നീളം ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പ്രസന്ന സാർ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ദേ ആർ നോട്ട് വെരി ഈസി ടു എക്സ്പ്ലോർ ഓൾസോ. കാരണം പലതും അങ്ങനെ സർഫസിൽ വിസിബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല, കുറച്ചും കൂടെ ഇന്നർ ലെയേഴ്സിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്ന് സാർ ഈ ക്യാരക്ടേഴ്സിനെ എടുത്ത് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ക്രൈസിസിലേക്ക് എറിയുക. ആൻഡ് ക്രൈസിസിൽ ഒരു മനുഷ്യൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ചിലപ്പോൾ അയാൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ ധാരണകൾ മൊത്തം തെറ്റിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു സഡൻ ഇമ്പൾസീവ് നീജർക്ക് റിയാക്ഷൻ ഇൻ എ മൊമെന്റ് ഓഫ് ക്രൈസിസ്. ഏറ്റവും വലിയ ക്രൈസിസ് ആണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഇവർക്ക് സംഭവിക്കാവുന്ന വേഴ്സ്റ്റ് പോസിബിൾ സിനാരിയോ. ചെറിയൊരു ഇപ്പം റോഡിൽ പോലും ഒരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന ദി എമൗണ്ട് ഓഫ് വയലൻസ് വരുന്ന വാക്കുകളിൽ അല്ലെ ചെയ്യുന്ന കാര്യങ്ങളിൽ പേടിപ്പിച്ച് കളയും നമ്മളെ. ഇവരൊക്കെയാണോ നമ്മളൊക്കെ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം അതിലേക്ക് എത്തുക, കൺവിൻസിംഗ്ലി അതിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഐ തിങ്ക് ഏറ്റവും വലിയ ചാലഞ്ച് ആൻഡ് മോസ്റ്റ് എക്സൈറ്റിംഗ് തിങ് ഓൾസോ. For me, I think എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഹുക്കായിട്ട് തന്നെ തോന്നിയത് വാസ് വാട്ട് പ്രസന്ന സർ സെഡ് വൈ ദി അതർ ആക്ടേഴ്സ് ഹാഡ് എ പ്രോബ്ലം കമ്മിങ് ഇൻ ടു ദ ഫിലിം, വിച്ച് ഇസ് ദാറ്റ് ഈ ഡയലോഗ് ഒന്നും ഇല്ലല്ലോ, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഫീലാണ് ചെയ്യിപ്പിക്കുന്നത്. അതെ, ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയത് ഈ പടത്തിൽ ഇത്രയും സംഭവിക്കുന്നു, അത് മൊത്തം ഞാൻ അബ്സോർബ് ചെയ്ത് എനിക്ക്
ഒരു ജേർണി നടക്കുന്നുണ്ട്. ആ ജേർണി എനിക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വാക്കുകളില്ല, പക്ഷെ അതൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണല്ലോ ഏറ്റവും വലിയ ചാലഞ്ച്. ആൻഡ് അതാണല്ലോ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് ഒരു ആക്ടറിന് ഏറ്റവും എന്താ പറയുക, അത്രയും പെർഫോം ചെയ്യാൻ ഒരു സ്കോപ്പ് ഉള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നി. അത് ചെയ്യാനും അത്രയും തന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇക്വേഷനിലുള്ള മെനി ലെയേഴ്സ് ആർ ദെയർ. അത് ഒന്നും ചില സമയത്തൊന്നും ഒന്നും കാണിക്കുന്ന പോലും ഇല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം തിങ്കിങ് ഇറ്റ്, ഐ മീൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം ഷോയിങ് എനിത്തിങ് ഓൺ മൈ ഫേസ്, ബട്ട് ദ ഫാക്ട് ദാറ്റ് ദാറ്റ്സ് ദെയർ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ അത് ഞാൻ മുമ്പ് ആലോചിച്ചിട്ടുണ്ട്, ആ സമയത്ത് എൻ്റെ തലയിൽ അത് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണം. അപ്പൊ അത് പെർമനന്റ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുന്നത് അത് ആ ഡയലോഗ് ഇസ് കമ്മിങ് ആഫ്റ്റർ 5 events that I didn't say anything for. അപ്പൊ അതിന്റെയൊക്കെ വെയിറ്റ് ആ ഒരു ഡയലോഗിലുണ്ട്. ചില സമയത്ത് ഞാൻ വിചാരിക്കും, അയ്യോ എന്താ ഇവിടെ ദർശന റിയാക്ട് ചെയ്യാത്തെ. ചില സീനിലെനിക്ക്, പക്ഷെ താൻ കണ്ണിലാണ്, താൻ ഒന്നില്ലെങ്കിൽ അരണ്ട ഒരു മുഖം, അല്ലെങ്കിൽ പേടിച്ചതോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ ഒരു ഉള്ളൊതുക്കിയിട്ട്. സെയിം തിങ് ഫോർ സീത. ഈ സിനിമയിൽ രാമായണം ഒരു ഭാഗമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറയുന്നുണ്ട് മറ്റേ ആൻഡ്രൂ എന്നുള്ള ക്യാരക്ടറിനോട്, അതായത് ജയന്റെ ഇതില് രാവണനെ കൊന്നത് സീതയാണ്. അത് അപ്പൊ അങ്ങനെ അവരുടെ വേർഷൻ വേറെയാണ്. അപ്പൊ ഇങ്ങനെ പല വേർഷൻസിലും കൂടി പല ഇന്നർ മൂവിങ് പാർട്സിലും ഈ പറഞ്ഞ മാതിരി നടക്കുമ്പോൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് എന്തായിരുന്നു ഈ പ്രോസസ്സിൽ നിങ്ങളുടെ രണ്ടുപേരെയും ക്യാരക്ടറൈസേഷനിൽ? എനിക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഐ തിങ്ക് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഭയങ്കര നോൺ ജഡ്ജ്മെന്റലായിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും ആ ഒരു ആക്ക് ഭയങ്കര രസത്തിൽ. നമ്മളിപ്പോൾ കേശവ് ഇങ്ങനത്തെ ഒരു, ഓക്കെ ഇതൊന്നും എനിക്ക് കേശവിനെ ഇഷ്ടമല്ല, ദീസ് തിങ്സ് ഹീസ് ഡൂയിങ്, ബട്ട് ഐ നോ വൈ ഹീസ് ഡൂയിങ് ഇറ്റ്, ഇതാണ് ഇയാളുടെ റീസൺസ്. അല്ലെങ്കിൽ നമ്മൾ വി ആർ സീയിങ് ഭണ്ഡാര ദ പോലീസ് ഗൈ ആസ് വൺ റൂത്ത്ലെസ് റൂഡ് ഗൈ ആൻഡ് യുനോ ഒട്ടും കമ്പാഷൻ കാണിക്കാത്ത ഒരാൾ. പക്ഷെ അയാൾക്ക് കമ്പാഷൻ കാണിക്കാനുള്ള റിസോഴ്സസ് ഇല്ല, അയാൾക്ക് ദാറ്റ്സ് ഹിസ് റീസൺ നമ്മൾ കാണുന്നു. അങ്ങനെ ഓരോ ക്യാരക്ടറിൻ്റെയും നല്ലതും ചീത്തയും we are just observing and we are seeing why they are like that. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് പോലെ തോന്നി. ഓരോ ക്യാരക്ടേഴ്സിനെയും അവരുടെ ഓരോ സർക്കംസ്റ്റാൻസസ്, ഇതിൽ എല്ലാ ക്യാരക്ടറിലും നമ്മൾ ഉണ്ടല്ലോ എന്ന് തോന്നി. അത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, എവറിത്തിങ് വാസ്. ആകെ അഡീഷണൽ ആയിട്ട് ഷൂട്ട് ചെയ്തോ അല്ലെങ്കിൽ ആഡ് ചെയ്തത് പോലീസ് സ്റ്റേഷനിലെ സീക്വൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന എങ്ങനെയായിരുന്നു അദ്ദേഹത്തിനുള്ള ആക്ടിങ്? ബിക്കോസ് ഈ വേറെ നാട്ടിൽ വേറെ ഭാഷ പറയുന്ന ആൾക്കാർ, ഈവൻ യുവർ കോ ആക്ടേഴ്സ്, ശ്രീലങ്കൻ എക്സ്പീരിയൻസ് എന്തായിരുന്നു പാരഡൈസ്? ഞാൻ ആക്ച്വലി നേരത്തെ ചേച്ചി ചോദിച്ചില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാനപ്പോൾ ക്യാരക്ടറിൻ്റെ കാര്യം മൊത്തം ദർശന പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നെക്സ്റ്റ് പറയാൻ വന്ന കാര്യം അതാ. എനിക്ക് ഇതിലെ കോ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, എസ്പെഷ്യലി മഹേന്ദ്ര സാർ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ളത്. ശ്യാം സാർ കുറച്ചുകൂടെ, ആൻഡ്രൂ കുറേയും കൂടെ പാസീവാണ്, പിന്നെ ആൻഡ്രൂ കുറേയും കൂടെ അമൃതയായിട്ടാണ്. അപ്പോൾ മഹേന്ദ്ര സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹീ സച്ച് മറ്റേ ഈ പടക്കപ്പരക്ക് തീ പിടിച്ച പോലെയാണ് പുള്ളി രാവിലെ വന്ന് കയറുന്നത് തന്നെ. അപ്പോൾ അല്ലേ, അപ്പോൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ സീൻ ശരിക്കും സംഭവിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മൾ ഏകദേശം ഷൂട്ടിന്റെ എൻഡ് എത്തി. അതായത് നമ്മൾ ബിഫോർ ഷെഡ്യൂളാണ്, നമ്മുടെ ട്രിക്കി സീൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. മഹേന്ദ്ര സാറിനും എനിക്കും പിന്നെ അവിടെ ഉള്ള ഒരുമാതിരി എല്ലാവർക്കും ഇത് തീർന്നു പോവാണല്ലോ എന്നുള്ള ഒരു തോട്ടാണ്. അപ്പോൾ നമുക്ക് ഈ സീൻ അങ്ങനെ പെട്ടെന്ന് തീർക്കണം. അപ്പൊ ഞങ്ങള് മറ്റേ മഹേന്ദ്ര സാർ ആദ്യം ഇങ്ങനെ കളിച്ച് എന്നിട്ട് ഒരു മറ്റേ റാക്കറ്റ് വെച്ചിട്ട് ഒറ്റ ഒരെണ്ണം നീട്ടി അടിച്ചു. അപ്പൊ ഞാൻ ഓടിച്ചു എന്നിട്ട് ഞാൻ ഒരെണ്ണം തിരിച്ചടിച്ചു. പ്രസന്റ് സാർ ഇത് കൊള്ളാലോ, കുറച്ചു നേരം കളിച്ചു, നിങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെയാണ് അതിൽ നിന്ന് ഭയങ്കര ഓണായി ആ ദിവസം. എല്ലാവരും ഷൂട്ട്, ഇവര് രണ്ടുപേരും ഈ സീനും ഇന്ററാക്ഷനും ഗെയിം പോലെയായിരുന്നു. ആക്ച്വലി ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ഗെയിം. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്. അതൊരു ഞാൻ അത് പറയും, ഈ അൺപ്രഡിക്റ്റബിലിറ്റി സിനിമയുടെ. പിന്നെ നിങ്ങൾക്കറിയാം രാജീവ് രവിയുടെ കൂടെ നിങ്ങൾ മുമ്പ് മൂത്തോല്ല അഭിനയിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞപ്പോഴാണ് ഈ പ്രസന്ന എന്ന് പറയുന്ന അദ്ദേഹം, നിങ്ങളെ രണ്ടുപേരും, അദ്ദേഹം ഒരുപാട് കാലം തിയേറ്ററിൽ ഇരുന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരാൻ കാരണം? അത് സാറിന് ഡെഫിനറ്റ്ലി അറിയായിരുന്നു. അതൊരു കാരണമാണോ എന്ന് ഞാൻ ആക്ച്വലി ഇതുവരെ ചോദിച്ചിട്ടില്ല. സാർ നമ്മുടെ രണ്ടുപേരുടെയും പ്രീവിയസ് വർക്ക് ഒക്കെ കണ്ടിരുന്നു. ആക്ച്വലി സ്ക്രിപ്റ്റ് ഫസ്റ്റ് വരുമ്പോൾ മൂത്തോൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വരുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി ആയിരുന്നു ഈ വൈഫിന്റെ ക്യാരക്ടർ. പിന്നെ പല പല ഡ്രാഫ്റ്റുകൾ എഴുതി വന്ന് ലാസ്റ്റ് ഒരു ഡ്രാഫ്റ്റിലാണ് ഇത് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ ഇത്രയും ലേയേഴ്സ് ഉണ്ട്. പിന്നെ സാറിന് ചിലപ്പോൾ മൊത്തത്തിൽ സാർ അവെയർ ആയിരുന്നില്ല, ഇവിടെ ഒരു സൗത്ത് ഇന്ത്യനും ഒരു നോർത്ത് ഇന്ത്യനും വന്നു കഴിഞ്ഞാൽ അതിനുള്ളിലും ഉണ്ട് കുറേ ലേയേഴ്സ്. യുനോ ലാംഗ്വേജ്, ഭാഷ, അതിൻ്റെ പൊളിറ്റിക്സ്, ആര് ശരി ആര് തെറ്റെന്നുള്ള ഡിസ്കഷനിൽ അതൊരു ഫാക്ടറാവും. അപ്പോൾ ഇത് ഒരു മലയാളി കപ്പിൾ നാക്കിയപ്പോൾ ഈ സംഭവം കുറേ കൂടി ക്ലീനായി.
അപ്പോഴാണ് ശരിക്കും ദർശനം വരുന്നത്. പിന്നെ ദർശന്റെ സീ യു സൂൺ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞിട്ട് സീസണും ജയയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയ ഈ സിനിമ ചെയ്ത ശേഷം കഴിഞ്ഞിട്ടാണോ അങ്ങനെ എന്തോ കണ്ടത്. ഐ എം നോട്ട് ഷുവർ. ഓർ ദമയന്തി മാം വാച്ച്ഡ് ഇറ്റ് ഓർ അങ്ങനെ എന്തോ. എപ്പോഴും ജയനെ പറ്റിയിട്ട് സംസാരം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ തിയേറ്ററിന്റെ കാര്യം സാർ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്യാം സാറിനും മഹേന്ദ്ര സാറിനും ഒക്കെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവിടെ. പൊതുവെ ഐ തിങ്ക് ഗ്രാജുവലി ഒരു നാടകത്തിലൂടെ സിനിമയിൽ എത്തുന്ന ഒരു സാധനം ഉണ്ട് അവിടെ. പക്ഷെ നിങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എക്കണോമിക് ക്രൈസിസ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. അതിന്ന് ബേസിക് അത് കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാനിവിടെ ആസ് എൻ ഇന്ത്യക്കാരൻ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് റിഡക്റ്റീവ് ആയിരിക്കും. എനിക്കതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ആ രാജ്യത്ത് അതിപ്പോഴും ഒരു റിയാലിറ്റി തന്നെയാണ്. അപ്പം ഞാൻ തോന്നിയിരുന്നു അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നു? നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം അവിടെ നോട്ടീസ് ചെയ്യാനുണ്ട്. നോട്ട് അറ്റ് ഒരു ഫസ്റ്റ് ലുക്കിൽ കാണുന്നതല്ല, പക്ഷെ അതിന്റെ അടിയിൽ ഒരു അണ്ടർ കറന്റ് ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു ഡയലോഗ് എനിക്ക് ശരിക്കും ഹിറ്റ് ചെയ്തത് അതാണെന്ന് വെച്ചെങ്കിൽ ഓ ഇറ്റ്സ് എ റൊമാൻറ്റിക് എന്ന് പറയുന്നില്ലേ നമ്മൾ നിങ്ങൾ ക്യാൻഡിൽ വെക്കുമ്പോൾ പവർ കട്ട്സ് എന്ന് പറയുന്നത് വല്ലാത്ത അടിയാണത്. കിട്ടിയത് അതുമാതിരി പല പ്രാവശ്യവും ഇപ്പൊ ഡീസലില്ല. ഈ ശ്രീലങ്കൻ സിംഹളിയിൽ പറയുമ്പോഴും ഡീസലില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിയാലിറ്റി ഇല്ല. അത് വല്ലാത്തൊരു ഫീലിംഗ് ആ സമയത്ത്. പിന്നെ അതൊരു കുട്ടികളെ നിങ്ങൾ എന്താ പറയാ ഈ പേരൊക്കെ മേടിക്കുന്നത് ചില സമയത്ത് കുട്ടികൾക്ക് സന്തോഷമുണ്ട്, ചില സമയത്ത് മിണ്ടുന്നില്ല. ഇതൊക്കെ സോ മച്ച് ഓഫ് ഒരുപാട്. അപ്പോൾ ഇതൊക്കെ ഈ ഡിസ്കഷൻസിൽ എങ്ങനെയായിരുന്നു? ഒരു സിനിമ ഒരു സീൻ കഴിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ഷൂട്ടിംഗ് ഒന്നും സംസാരിക്കാറില്ല. ഐ തിങ്ക് നമ്മൾ ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം നമ്മളെല്ലാവരും ഇരുന്ന് ബിഫോർ പ്രസന്ന സാറിന്റെ റൂമിൽ ഇരുന്ന് സംസാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സംസാരമൊക്കെ നിന്നു. ഐ തിങ്ക് ആ ഫസ്റ്റ് ഡേയിലേക്ക് കയറാൻ എന്നോട് ആക്ച്വലി കുറെ സീൻസിൽ എന്നോട് പറയാ യെസ്റ്റർഡേ യു സർപ്രൈസ്ഡ് മീ ടുഡേ ഓൾസോ സർപ്രൈസ് മീ. അപ്പൊ ഞാൻ എങ്ങനെയാ സർപ്രൈസ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞാൽ എനിക്കന്ന് പ്ലാൻ ചെയ്യായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്റലിജൻസ് മുക്കി ഉണ്ടാക്കും എവിടെന്നെങ്കിലും ഒക്കെ. അവസാനം ലൈക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ശരിക്കും അത് കുറെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ആരും ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ, ഇപ്പൊ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഫിഗർ ഔട്ട് ചെയ്യാല്ലേ ആരെങ്കിലും കറക്റ്റ് ആയിരിക്കും. ആ ഒരു ഇതിൽ പോയിട്ട് ഭയങ്കര. നിങ്ങളുടെ ഏറ്റവും ചാലഞ്ചിങ് അല്ലെങ്കിൽ ഏറ്റവും ഈ സീൻ ഏതായിരുന്നു ഇൻ ദിസ് എൻറ്റയർ മൂവിയിൽ? എനിക്ക് ക്ലൈമാക്സ് വാസ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് പെട്ടെന്ന് എവിടെന്നോ ആ ഒരു സ്പേസിലേക്ക് എത്തണമല്ലോ പെട്ടെന്ന്. അപ്പൊ അതിലേക്ക് ആ ഗിയർ ഷിഫ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് ആ ഗിയർ ഷിഫ്റ്റ് ഇവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളൊരു പേടി ഉണ്ട്. അപ്പോൾ അവിടേക്ക് എത്താൻ ഷോട്ട് വിളിക്കുമ്പോഴേക്കും അത് വരണം. അതെനിക്ക് ഐ വാസൻ ഷുവർ ഹൗ ടു പ്ലാൻ ചെയ്യാനൊന്നും ഇല്ല. അതൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ പോയിട്ട് ആ മാജിക് സംഭവിക്കണം, എവിടെ നിന്നോ പുറത്തുനിന്ന് വരണം എന്ന് എനിക്ക് തോന്നിയത്. കാരണം അത് ഐ വാസ് ജസ്റ്റ് ഹോപ്പിംഗ് ആൻഡ് പ്രേയിങ് ദാറ്റ് ഐ എം ആ ആക്ഷൻ വിളിക്കുമ്പോൾ ഐ എം റിസെപ്റ്റീവ് ടു വാട്ട്സ് ഹാപ്പനിങ് ഇൻ എ വേ ദാറ്റ് ഐ ക്യാൻ ത്രോ ദാറ്റ്. ആൻഡ് അത് എന്തോ ഇതില് ആ മാജിക് ആ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര്. രാജീവ് രവിയും ഓൾ മൈ പ്രസന്ന സർ, റോഷൻ ആൻഡ് ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാവരും കൂടെ ആ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐ ജസ്റ്റ് ഹാഡ് ടു ബി വെരി പ്രസന്റ് ആൻഡ് എൻറ്റർ ദാറ്റ് സ്പേസ്. പക്ഷെ ഐ വാസ് ഫ്രീക്കിംഗ് ഔട്ട് അബൌട്ട് ദാറ്റ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം. പക്ഷെ പുറത്ത് കാണത്തൊന്നുമില്ല. എന്റെ അടുത്തൊക്കെ ചിലപ്പോ പറയും. പിന്നെ പക്ഷെ ദർശൻ ഇസ് ഓൾസോ വെരി ഗുഡ്. എന്തെങ്കിലും സാധനം നല്ലതാണെന്ന് ഇപ്പൊ സാർ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാറിന് വർക്കായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാനും ദർശനക്ക് അറിയാം. എനിക്ക് ആ സമയത്ത് തോന്നുന്നു എന്തോ ബ്ലൂക്കിൽ കിട്ടി, നാളെ ഇനി എന്ത് ചെയ്യോ. പിന്നെ സാറിന് തോന്നിയതായിരുന്നു സാർ എന്തിനാ അങ്ങനെ പറയുന്നത്. ഒരു ദിവസം സന്തോഷം വന്നു. ഞങ്ങൾ ഡിന്നർ സീക്വൻസ് ഷൂട്ട് ചെയ്തപ്പോൾ സാർ ആദ്യം വെച്ചത് ദർശനയുടെ ഷോട്ടാ. അത് കഴിഞ്ഞിട്ട് എന്റെ ഷോട്ട് വെച്ച് ഇത് തീർത്ത് കഴിഞ്ഞിട്ട് സാറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ദർശനയുടെ ഷോട്ട് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതിനെ മാച്ച് ചെയ്യാൻ എന്റെ ഷോട്ട് പുറത്തുനിന്ന് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് എന്തായാലും കിട്ടി. ഹാവു ഞാനിങ്ങനെ ഹാവു. പക്ഷെ ഇവൻ ഇങ്ങനെ ഇരുന്ന് ബാക്കി ആരെന്ത് പറഞ്ഞാലും എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ഗുഡ് റിസീവ് ചെയ്യൽ ഇല്ല. ഞാൻ ആരെങ്കിലും വെറുതെ അതിൽ കൂടെ പോകുമ്പോ ഇവന് ബാഡ് വരുത്താം. അത് എടുത്ത് വെക്കും, കുറെ കൊല്ലങ്ങളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കും. ഗുഡ് അവർക്ക് തോന്നിയതാണ്, അത് അവര് നിന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണ്. ഇതിലൊരു സ്പെഷ്യൽ സിനാരിയോയും കൂടെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ കേശവ് ഈ പറഞ്ഞ ടുവേർഡ്സ് എ ക്ലൈമാക്സ് ദർശനം പറഞ്ഞ ഈ പറഞ്ഞ ചാലഞ്ചിങ് പോർഷൻ അതിലേക്ക് എത്തുമ്പോൾ കേശവ് ഡസ് സം ട്രൂലി ഷോക്കിംഗ് തിങ്സ്, നോട്ട് ഹൊറിബിൾ, ഷോക്കിംഗ്. അപ്പോൾ ഇത് കൺവിൻസിംഗ്ലി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ ഇത് എൻ്റെ
ഞാൻ ജീവിച്ചറിഞ്ഞിട്ടുള്ള എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസിന്റെ ഒക്കെ ബൗണ്ടറി വിട്ടുപോയി. അപ്പൊ അതിലേക്ക് ഇത് ചുമ്മാ ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാലും പടം അവിടെ എത്തും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പം കേശവ് ഈവിളായി പോകും. അതെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആവരുതെന്ന്. അപ്പൊ അതല്ലാതെ ഈ എന്തുകൊണ്ടാണ് ഇവനിത് ചെയ്യുന്നതല്ലേ പറയുന്നത് എന്നുള്ളതിന്റെ റീസണും കൂടെ വ്യക്തമാവുന്ന രീതിയിൽ ഇത് പറയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിൽ എവിടെയോ അവിടെ എത്തണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് താങ്കൾ ചില എന്നുള്ളിൽ രാമൻ എഴുന്നേൽക്കുന്നത്. പക്ഷെ ചില സമയത്ത് വേറെ പല ഗ്രേസ് ക്യാരക്ടറും വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാനത് ഗ്രേ എന്ന് പറയില്ല. ആ ഭാഗത്ത് നോക്കുമ്പോൾ അത് ഗ്രേ അല്ല. ഇവിടൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് എത്തണമെങ്കിൽ തന്നെ ഇറ്റ്സ് എ ഡാർക്ക് ഏരിയ ദാറ്റ് യു ആർ ട്രാവലിംഗ് ത്രൂ. ഈവൻ ഈ രാമൻ എണീക്കും എന്ന് പറയുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാമൻ വില്ലനാ. അതെ, കറക്റ്റ്. അവരെ നാട്ടിൽ വന്നു, അതാണ് നമുക്ക് അങ്ങനെ, നമുക്ക് ദൈവമാണ്. അതെ, എനിക്ക് കേശവ് വില്ലനല്ല. അപ്പോ ഇത് അത് പിടിച്ചു കൊണ്ടുപോയി കുറച്ച് പാടുപെട്ടു. എന്നാലും നന്നായി രസമായിട്ടുണ്ട്. ഒരു സീൻ, ഞാൻ ഏത് സീൻ എന്ന് പറയുന്നില്ല, താങ്കളുടെ ഒരു കരച്ചിലിൻ്റെ ഒരു സീനുണ്ട്. അത് എന്തുകൊണ്ടാണ് സാറ് അത് ലോങ് ഷോട്ട് വെച്ചതെന്ന് സാർ പറയുന്നുണ്ടായിരുന്നു? ആ സമയത്ത് എനിക്ക് ആക്ച്വലി വലിയ ബോധമൊന്നുമില്ല, എന്തൊക്കെയോ ചെയ്യണം, എല്ലാവരും രണ്ടാമത് കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടായിരുന്നു സത്യം. ആക്ച്വലി അതൊന്നും പിന്നെയും അതിന്റെ ക്ലോസ് വൈഡ് വെച്ച് പിന്നെ ഒരു ക്ലോസ് വെച്ചില്ലേ, പിന്നെ ഒരു ക്ലോസ് വെച്ച് 2 പ്രാവശ്യം ചെയ്തത്. 2 പ്രാവശ്യം ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ മറ്റേ ആ സമാധാനം എക്സിലറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, കിട്ടി, സാധനം കിട്ടി. പിന്നെ മനസ്സിലാക്കി ഇത് എങ്ങനെ ഞാൻ രണ്ടാമത് പിന്നെ രാജുവേട്ടൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളും ഫുൾ പരിപാടി ചെയ്തു. അതായത് മൊത്തം സീൻ നടക്കുന്നുണ്ട്. ദർശനയുടെ എക്സ്ട്രീം ക്ലോസിൽ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മൊമെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ആദ്യം കിട്ടിയത് ഭയങ്കര മാജിക്കലായിരുന്നു. അപ്പൊ അതിന് സെക്കൻഡ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ബാക്കിങ് ഭയങ്കര പിടിച്ചു കൊണ്ടുപോയാണ് ചെയ്യുന്നത്. ആ ഷോട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് ഈ വീട്ടിലെ സെഗ്മെന്റ്സ്. അപ്പം ഷൂട്ടിന്റെ ഫസ്റ്റ് ഒരു 10 ദിവസത്തിനുള്ളിൽ ഐ തിങ്ക് ക്ലൈമാക്സ് ഒക്കെ എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് ദർശന സോ ടയർഡ്, ലൈക്ക് നേരെ തൊട്ടടുത്ത റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ഭയങ്കര ലേറ്റ് നൈറ്റ് ആ ഷൂട്ട്. വെളുപ്പിനെ 3:30-4 മണിയൊക്കെ ആകുമ്പോഴേ ഈ പോർഷനിൽ എത്തുന്നത്. എനിക്കാണെങ്കിൽ രാത്രി ഒരു 9 മണി കഴിഞ്ഞാൽ ഞാൻ ഇല്ല. അപ്പൊ സാറ് വന്നിട്ട് സാറ് ഭയങ്കര റിലീവ്ഡ്, ഭയങ്കര സന്തോഷം. സാറ് പറഞ്ഞു അത് കിട്ടി, ഇനി ബാക്കി പടം നമ്മൾ ഇവിടെ വരെ കൊണ്ട് എത്തിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മൊമെന്റിലേക്ക് എല്ലാവർക്കും ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുമിച്ച് തിയേറ്റർ ചെയ്തു. ഇത് 4ാമത്തെ സിനിമയാണ്. നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഈ തിയേറ്ററിലും ഉണ്ടായിരുന്ന പെർഫോമൻസിൽ ഒരു ഓൺലൈൻ ലൈവായിട്ടൊരു കെമിസ്ട്രി ഉണ്ടായിട്ടുണ്ടാവണം. അത് സിനിമയിലേക്കുള്ള നിങ്ങളുടെ ഒരു കെമിസ്ട്രിയിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് അത് മാച്ച് ചെയ്യാറ് സാർ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ടു എ കെമിസ്ട്രി ഫോർ ബിറ്റ്വീൻ 2 ക്യാരക്ടേഴ്സ് സബ് കോൺഷ്യസ്ലി സംഭവിക്കുകയാണ് അത്. ആക്ച്വലി അതിനെ പറ്റിയിട്ട് ഞാൻ കോൺഷ്യസ് ആയിട്ട് ആലോചിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്കറിയാം നമുക്ക് ഇപ്പോൾ ടെൻഷൻ പോയിന്റ്സ്, ഇപ്പോൾ ഒരു പുതിയ സെറ്റിലെത്തി ഒരു പുതിയ ആക്ടർ, എസ്പെഷ്യലി അത് നമ്മുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറൊക്കെ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഒരു കംഫർട്ട് ഉണ്ടാവണം, ഒരു ഇക്വേഷൻ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഓൾറെഡി ചെക്കായിട്ടൊരു സെറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. അത് സെറ്റിലെത്തിയിട്ട് മാജിക്കലി കിട്ടുമ്പോൾ അത് ഭയങ്കര പൊളിയാണ്. പക്ഷേ ഇത് ആലോചിക്കാതെ തന്നെ വരുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നു. പാരഡൈസിനെ പറ്റി പറയുമ്പോൾ ഈ എൻറ്റയർ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ ഏതായിരിക്കും? ദർശനയുടെ ഈ പറഞ്ഞ ആ മൊമെന്റ് എനിക്ക് ഇവന്റെ ട്രെയിലറിലുണ്ട് ഈ ഐ യു ഷോർ ഇറ്റ്സ് ദം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു യെസ് പറയും. അതിൽ യെസ്സും നോവും എന്തൊക്കെയോ ഉണ്ട് അതില്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ വെരി ഹെവി യെസ് പറയുന്നുണ്ട്, പക്ഷെ അതിൽ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് അത് ഫസ്റ്റ് എനിക്ക് ഗൂസ് ബംസ് ആണ് ഗെറ്റിംഗ്. ബിക്കോസ് എനിക്ക് അത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇവനോട് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല ഇതെനിക്ക് ഇഷ്ടമാണ് ആ ഷോട്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഹവ് ടോൾഡ് യു, പക്ഷെ പറഞ്ഞാലും കാര്യമില്ല. പക്ഷെ എനിക്ക് അത് ദാറ്റ് ഫെൽറ്റ് ലൈക്ക് സച്ച് എ ഡിഫിക്കൽട്ട്, യൂസ്ലെസ് ആണ്. ഞാൻ അങ്ങനെ പല ഷോട്ടും ഇതേപോലെ എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഓ മൈ ഗോഡ് ദാറ്റ്സ് സച്ച് എ മാജിക് മൊമെന്റ്. പക്ഷെ ഈ യൂസ്ലെസ്സിനോട് പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓ പിന്നെ മാജിക് പറഞ്ഞ് വെറുതെ കളയുമോ, പിന്നെ നമ്മൾ വെറുതെ ഈ എനർജി. എന്റെ കുട്ടി നമ്മൾ ഏത് സിനിമ കണ്ടാലും ഇദ്ദേഹത്തിന്റെ സിനിമ നമ്മൾ ഫോളോ ചെയ്യുമല്ലോ, ചെയ്താലും ഒരു ആന എന്നോട് പറഞ്ഞാൽ മതി. കുട്ടിയെ ഞാൻ വിളിക്കാറുണ്ട്. നമ്മളങ്ങനെ ഇൻഡൽജ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ യു ഹാവ് ടു റിസീവ് ഇറ്റ്. യു ഡോണ്ട് ഡു എനിത്തിങ് വിത്ത് ഇറ്റ്, ജസ്റ്റ് റിസീവ് ഇറ്റ്. ഞാൻ അതിന് ഓഡിയോ ക്ലിപ്പ് ഇടുക എനിക്ക് പറയാനില്ല. ഓക്കെ, കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. മോശം ചോദ്യം ഒന്നല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഈ
ഫസ്റ്റ് എൻകൗണ്ടർ സ്റ്റേജ് എപ്പോഴായിരുന്നു രണ്ടുപേരും കൂടിയിട്ടുള്ള ലൈഫിലാണ്. ആ ഞങ്ങളൊരു വേൾഡ് തിയേറ്റർ ഡേന് പണ്ട് ദാറ്റ്സ് 2012 മേ ബി. അപ്പൊ ഞാൻ ഒരു പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നൈ തിയേറ്റർ സർക്കിളിലെ സ്റ്റൈലാണ്, അതെ. ഒരാളാണ്. ഈ ആള് മറ്റേ ചെന്നൈ തിയേറ്റർ സർക്കിളിൽ കയറാൻ നോക്കുന്ന ഒരാളാണ്. ഫിസിക്സ് ഒക്കെ പഠിച്ച് ഫിസിക്സ് പഠിച്ചോണ്ടിരിക്കുക. കോളേജിൽ നിന്ന് അപ്പോൾ വേൾഡ് തിയേറ്റർ ഡേയിൽ ചെന്നൈ സർക്കിളിനെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വന്നപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഒരു ഒരു പെർഫോമൻസ്, ഒരു ഫില്ലർ പോലത്തെ ഒരു പെർഫോമൻസ് ചെയ്യുന്നു. പക്ഷെ ആ ഫില്ലർ പെർഫോമൻസിൽ ഞാൻ ഇപ്പൊ കൊള്ളാലേ ഇത് ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ആഫ്റ്റർ ദ ഷോ ഐ വാസ് ലൈക്ക് വാട്ട് ഡു യു ഡു? ഇല്ല ഞാൻ കോളേജിലാണ്, ഫിസിക്സ് പഠിക്കുന്നു, തിയേറ്റർ ഒക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ സംസാരിച്ചു. ഞാൻ തന്നെ സൃഷ്ടിച്ച ഒരു പ്രത്യേകതരം ഒരു കലാരൂപമായിരുന്നു ആ പെർഫോമൻസ്. ഇന്റർപ്രിറ്റേറ്റീവ് ഡാൻസ്. നൈസ്. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. ഒരു മെമ്മറബിൾ ബിഹൈൻഡ് ദ സീൻസ് മൊമെന്റ് ആണോ നിങ്ങൾ രണ്ടുപേരും? ഏതെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും തിയേറ്ററിൽ നിന്നാണെങ്കിലും ഒരു മെമ്മറബിൾ സീൻ? കുറെ എണ്ണം ഉണ്ട്. ഇപ്പം പാരഡൈസ് തന്നെ ഉണ്ടാവും കുറെ എണ്ണം. പെട്ടെന്ന് പറയുമ്പം അതെ അതെ അതെ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ടെൻഷനാവും. രണ്ടുപേരും ഞാൻ ആലോചിക്കാൻ വിട്ടു. ഞാൻ അടുത്ത ചോദ്യം നോക്കട്ടെ. ഇത്ര 4 സിനിമയിൽ ഇത്രയും പ്ലേസ് ചെയ്തിട്ടും ഒരു മെമ്മറബിൾ മൊമെന്റ് ഇല്ല. എല്ലാം മെമ്മറബിൾ അല്ലേ, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എല്ലാം മെമ്മറബിൾ. ആ അതെ. നേരത്തെ ക്വസ്റ്റ്യൻ അയച്ചെന്നാ മതിയായിരുന്നു. എനിക്ക് വരുന്ന എല്ലാം ഡാർക്കാണല്ലോ. ഒരു ഇന്റർവ്യൂ നായകൻ 5-6 പ്രാവശ്യം യൂസ്ലെസ് വിളിക്കുന്ന എന്റെ ഇന്റർവ്യൂലായിരിക്കും. ഓക്കെ, അപ്പൊ അത് ആലോചിച്ച് അവസാനത്തേക്ക് എത്താം. നമ്മൾ സ്കൂളിലെ നല്ലത് ആലോചിച്ചുണ്ടാക്കണം. പരീക്ഷയിൽ ഈ ചോദ്യം ലാസ്റ്റത്തേക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റ്. ക്രിയേറ്റീവ് ഡിഫറൻസസ്, നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ടും യൂസ്ലെസ് വിളിക്കാനുള്ള ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടും നിങ്ങൾ ക്രിയേറ്റീവ് ഡിഫറൻസസ് ഒരു സീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൂവി ചെയ്യുമ്പോഴോ നിങ്ങൾ എങ്ങനെ അത് തകർക്കാറുണ്ട്? ഐ മീൻ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? ഡിബേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യും അതിനെ. ഡിബേറ്റ് രക്ഷപ്പെടുന്നത് ആരായിരിക്കും? അത് ആ സിറ്റുവേഷനിൽ ആരാണ് കൂടുതൽ ശരി എന്നുള്ളതനുസരിച്ച് കേൾക്കാനുള്ള രണ്ടുപേർക്കും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട്. ഒരു നന്നായിട്ട് അടി ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അത് ഇതൊക്കെയാണ് എന്റെ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഓക്കെ, യു ഹാവ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ എനിക്കും അറിയാം, ഇവനും അറിയാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരെ നോക്കിയിട്ട് എനിക്ക് ദർശനായിരിക്കും ജയിക്കുക എപ്പോഴും. അങ്ങനെയൊന്നുമില്ല. അല്ല എന്ന് വെച്ചാൽ എനിക്ക് കൺസീഡ് ചെയ്യാനൊക്കെ അറിയാം. എനിക്ക് അതില് അങ്ങനെ ഈഗോ ഒന്നുമില്ല. ഞാൻ ശരിക്കും ജയിക്കുന്നതാ, നീ കൺസീഡ് ചെയ്യുന്നതാന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ഊഹിക്കുന്നത് എങ്ങനെയാണ്? എന്നെ കണ്ടാ ജയിക്കുന്ന ഒരാളെ പോലെ ഉണ്ടെന്ന്. നിങ്ങൾ നമ്മുടെ ഈ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പിൽ എന്തെങ്കിലും ഏറ്റവും അധികം ലേൺ ചെയ്തിരിക്കണമെന്നായിരുന്നു പരസ്പരം എന്തെങ്കിലും ലേണിങ്സ് കാര്യമായിട്ട്? ഞാൻ കുറെ ആക്ച്വലി ഇപ്പൊ സിനിമയിലും പലതും ഇവന്റേന്നാണ് നോക്കിയിട്ടും പഠിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ആക്ച്വലി എൻ്റെ ഇവൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നു എന്നല്ല, പക്ഷെ എൻ്റെ ഫിഗർ ഔട്ട് ചെയ്യാൻ ഇവനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവൻ. സോ ലൈക്ക് ഞാൻ തുടങ്ങുന്നത് ഇപ്പൊ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ സിനിമയിൽ ചെയ്യുന്ന ഒരു ബുക്ക്ലെറ്റ് ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഒരു മാനുവൽ ഒന്നുമില്ല. നമ്മളങ്ങ് ചാടുന്നു, ചോദിക്കാൻ അങ്ങനെ ആരും ഇല്ല. അപ്പോഴേക്കും ഇവൻ കുറച്ചും കൂടെ സിനിമ ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവ്രിതിങ് ഫ്രം കാശ് എന്താ സംസാരിക്കുക, അല്ലെങ്കിൽ ഈ ഇവന്റിന് പോണം, ഇനി ഈ ഫോട്ടോഷൂട്ട് എല്ലാവരും ഇടുന്നു, നമ്മളും ചെയ്യണം നിർബന്ധമുണ്ടോ, ഇട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം, ഇത് ഈ ഇവന്റ് അപ്പൊ അങ്ങനത്തെ ഈ സിനിമയിലുള്ള എല്ലാം ഞാൻ എൻ്റെ ഐ ഡോണ്ട് ഡു ദ സെയിം തിങ് ആസ് ഹി ഡസ്, ബട്ട് എനിക്കിതാണ് ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ഗോ ദാറ്റ് വേ എന്ന് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ലേണിങ്സ് എനിക്കും കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഐ തിങ്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് അങ്ങനെ ലേണിംഗ് എന്ന് ഞാൻ പറയാത്തത്, ഞാൻ അതിലേക്ക് പൂർണ്ണമായിട്ട് എത്തിയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം നന്നാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളത് ഐ തിങ്ക് ദർശനയുടെ ഒരു ആസ് എൻ ആക്ടർ ഗ്രാഫ് ഉണ്ട്. ദർശനയുടെയും രാജേഷ് മാധവൻ്റെയും കനിയുടെയൊക്കെ ഗ്രാഫ് ഉണ്ട്. ഞാനത് ഐ ടേക്ക് ഇറ്റ് ആസ് ഇൻസ്പിറേഷൻ. ഇവരൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയത്, രാജേഷൊക്കെ ആക്ടറേ അല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളാണ്. അപ്പോൾ അവരിപ്പോൾ എത്തി നിൽക്കുന്ന പോയിന്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഡിസൈറബിൾ ആണ്. അങ്ങനത്തെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ഈ പാരഡൈസ് എന്ന സിനിമ ചെയ്ത് കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോൾ പ്രോമോ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തപ്പോൾ യു നോ വാട്ട് ഷീ സെഡ്, ഇത് എൻ്റെ സിനിമയിലെ ദർശനയുടെ സിനിമ, യു ഷുഡ് ഇന്റർവ്യൂ ഹർ. അത് പറഞ്ഞാണ്. അത് ശരിയല്ലേ? Yeah, but I don't think that's the truth. I think this is everybody's film. As much it's as much my film as it is Pereira sir's, Shyam sir's, Roshan's. Cinema is a collaborative thing. And പിന്നെ എനിക്ക് ആക്ച്വലി IFFKയിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി ദാറ്റ് ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കേശവൊക്കെ ഇതിലൊരു ഫാക്ടറാണ് എന്നുള്ളത് എനിക്ക് ശരിക്കും പടം കണ്ടിട്ട് ഞാൻ പറയാൻ നോക്കി ഇവനോട്. ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പിന്നെ ഈ ഷോട്ടുകളൊന്നും കണ്ടിട്ടില്ലെന്നേ, ഫുൾ ഷൂട്ടിൽ മോണിറ്റർ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ലക്ഷറി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്രൂ ആവുമ്പോൾ. അപ്പോൾ ശരിക്കും IFFKയിൽ പടം കണ്ടു കഴിയുമ്പോഴാണ് എനിക്ക് സിനിമ എന്താന്നുള്ളത്. ഒരുപാട് ആർട്ടിക്കിൾസ് വന്നാൽ ഞാൻ എത്ര ആർട്ടിക്കിൾസാണ് കണ്ടത് ആ സമയത്ത്.
ഇനിയൊക്കെ വൺ ലൈനർ റെസ്പോൺസ് ആണ്. ഓ യെസ് ഓർ നോ എന്നല്ല, എന്തെങ്കിലും പറയണം. ബെസ്റ്റ് ഓഫ് ദർശന, ജയ 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 ഹേ. ബെസ്റ്റ് ഓഫ് റോഷൻ, മൂത്തോൻ പാരഡൈസ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഒരു ഗുഡ് ട്രേറ്റ് ആസ് ആൻ ആക്ടർ. കോൺഫിഡൻസ്. വെരി ഗുഡ്. ഹീസ് ഒരു വാക്കിൽ പറയാൻ എനിക്കറിയില്ല, ബട്ട് ഭയങ്കരമായിട്ട് കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ഹീൽ മേക്ക് whatever is best for the scene ചെയ്യും. എല്ലാവരെയും ആ ഇതിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു ടീം എനർജി ഹി ഹാസ് വെരി സ്ട്രോങ്ലി. അവനെ പറ്റി പറയുമ്പോൾ എക്സ്പ്രഷൻ ഒക്കെ അടിയിട്ടണം വരെയുള്ള മുഖമായിരിക്കണേ. എടുക്കൊന്നും വേണ്ട, ഞാൻ ചേച്ചിയോട് പറഞ്ഞു നിന്നോട് കോംപ്ലിമെന്റ് ഒന്നും പറഞ്ഞു. കുറച്ച് തപ്പുന്ന പോലെ തോന്നി, അതുകൊണ്ട് ഇതാണ് എന്തിനാ ഞാൻ നല്ലത് പറയുന്നത്. എന്തിനാ ബാഡ് ട്രേറ്റ് ആസ് ആൻ ആക്ടർ? യൂസ്ലെസ്. എല്ലാം കുത്തിപ്പൊളിച്ചിരുന്ന് എല്ലാം ബാഡ് ട്രേറ്റ്. ഞാൻ ശരിക്കും പറയുകയാണ്, എവറിത്തിങ് ഈ ഓവർ അനലൈസസ്, ഓവർ തിങ്സ് ഇറ്റ് ടു എ ലെവൽ ദാറ്റ് he's not able to enjoy it as much as he can. ഈ ഇന്റർവ്യൂവിന്റെ ദിശ മാറി പോകുന്നുണ്ടോന്ന് എനിക്ക് ഒരു ദേശം പറഞ്ഞു, ഞങ്ങൾ സത്യം തന്നെ പറയണേ. ഏറ്റവും അധികം ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് നിങ്ങൾ ആരാ എപ്പോഴും കൊടുക്കാറ്? രണ്ടുപേരും ഈക്വലി കൊടുക്കും. ഒരു ഫൈറ്റിൽ ആരായിരിക്കും സെൻസിബിൾ ആയിട്ട് സംസാരിക്കുക? ഞാൻ മാത്രം. രണ്ടുപേരും പറഞ്ഞു ഞാൻ തന്നെ. ഇത് എനിക്കറിയാം ആരുടെ ഉത്തരം. ആരാണ് ഏറ്റവും നന്നായി സ്ക്രീനിൽ കരയുക? ദർശന. ഇദ്ദേഹത്തെ കൊച്ചുകുട്ടികാലത്ത് ഇരുന്ന് കരയും. അമ്മ ചോദിക്കുന്നത് എന്തിനാ കുഞ്ഞു നീ കരയണേന്ന്. ഇല്ലേ, ഫുൾ ടൈം കരച്ചിലായിരുന്നു. ഇപ്പോഴും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കരയും. എല്ലാത്തിനും കഴിയും. ഞാൻ ആക്ച്വലി കരച്ചിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്റെ സ്ട്രെങ്ത് മുഴുവൻ വരുന്നത് ഈ കോൺഫിഡൻസും എല്ലാം പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ വരുന്നത് എന്റെ പ്രോസസ്സിങ് അതാണ്. കുട്ടിയുടെ ചിരിയും വളരെ നല്ലതാണ്. അത് പ്രസന്നം നന്നായി എടുത്തിട്ടുണ്ട്. വളരെ ക്ലോസപ്പിൽ എത്ര ചിരികളുണ്ട് സിനിമയില്. പക്ഷേ കരച്ചില നമ്മളൊക്കെ കൂടെ കണ്ടിട്ടുള്ളത്. അതെ, നമ്മൾ കൂടുതൽ കണ്ടേ സി യു സൂൺ തൊട്ട്. ആരായിരിക്കും ഒരു റിപ്ലൈ എപ്പോഴും ആദ്യം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മറുപടി തരാം? ദർശന. ഇത് 5-6 ദിവസമൊക്കെ പിടിക്കായിരിക്കും അല്ലേ മിനിമം. പിന്നെ ഒരു ജോക്ക് പറഞ്ഞാൽ ട്യൂബ്ലൈറ്റ് അല്ലാണ്ട് പെട്ടെന്ന് കിട്ടുന്ന ആർക്കാ? എനിക്ക് കുറച്ച് സമയം എടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വൃദ്ധൻ. ബാക്കി എല്ലാവരും ചിരിക്കുമ്പോ ഇവനോടാണ് ഞാൻ ചോദിക്കണത്, ആരോടും നാറ്റിക്കാതെ ഒന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു സൂപ്പർ സ്റ്റിഷൻ ഒരു സിനിമ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സീൻ ചെയ്യാൻ മുമ്പ് ഒരു രീതികളോ ഒരു അന്ധവിശ്വാസമോ എന്തെങ്കിലും നിങ്ങൾ കൂടെ കൊണ്ടുകൊടുക്കുക? ചെറുതായിട്ടൊക്കെ ഉണ്ട്, എന്തൊക്കെയാണത്? പക്ഷെ വളരെ മൈനറാ. അതിപ്പോ പറയണോ? എന്നാ പറഞ്ഞ പറയണ്ട, എന്തോ അനാവശ്യം. അതാ അനാവശ്യമൊന്നുമല്ല, പക്ഷെ കുറച്ച് സില്ലിയാ. ഓക്കെ, അടുത്തത് നല്ല സില്ലി ചോദ്യം, പക്ഷെ അതിനൊരു കാരണമുണ്ട്. ഹൂ ലൈക്സ് രേഖ മെനൻ ദ മോസ്റ്റ്? Me. What nonsense. I told her about my history. I also said ഞാനൊരു പീപ്പിൾ പ്ലീസർ അല്ല. ഓക്കെ, എനിക്ക് നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ് ചളിയാക്കാൻ എനിക്ക് താല്പര്യം. ലാസ്റ്റ് ടൈം ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് I told her and I like saw her in Chennai once and I fangirled and I looked at her, so it has to be me. എനിക്ക് സന്തോഷം എന്റെ മുഖത്ത്. അടുത്ത ചോദ്യം എന്താ അറിയോ? നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്? ഏറ്റവും അധികം മുഖത്തൊക്കെ നുണ പറയുന്നവരെ നിങ്ങൾ തമ്മിൽ ഇപ്പൊ ഈ ചോദ്യം എന്നെ പറ്റി പറഞ്ഞാൽ മുഖത്തൊക്കെ നുണ പറയുന്നത് ദർശനം പറയുകയൊക്കെ ചെയ്യും, പക്ഷെ ഞാനായിരിക്കും ബെറ്റർ. എന്റെ ചോദ്യത്തിന് ഹൂ ലൈക്സ് രേഖ മെനൻ ആദ്യം മുഖത്തൊക്കെ നോക്കി നുണ പറഞ്ഞ ആരാ? ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വെയിറ്റ് ചെയ്ത്. എനിക്ക് അറിയായിരുന്നു ഇപ്പുറത്തൊന്നും മറ്റേ സാധനം വരാൻ പോവാന്ന്. ആലിച്ച് മറ്റേ പ്രശംസിച്ച് നാറ്റിച്ച് ക്രിഞ്ച്. കണ്ണ് നോക്കിയാൽ മനസ്സിലാവും. ഞാനൊന്നും പറയാം. പാരഡൈസ് കാണാൻ പോകുന്ന നിങ്ങളെമാരുള്ള കുട്ടികൾ ആൻഡ് പലതരത്തിലുള്ള ഫാമിലി മെമ്പേഴ്സ് അവർക്ക് കിട്ടാവുന്ന ഒരു ഫീൽ എന്താണ് സിനിമയുടെ? അതായത് ഇറ്റ് വിൽ ഫീൽ എക്സോട്ടിക്, യുണീക്ക്, നമുക്ക് പരിചയമില്ലാത്ത എന്തോ സാധനമായിട്ട്. അത് പക്ഷെ നമ്മൾ അതിലേക്ക് അതിനൊരു ചാൻസ് കൊടുത്താൽ അത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും റിലേറ്റബിൾ ആണ്. ഇഫ് നത്തിങ് എൽസ്, കേശവ അമൃതയൊക്കെ ഐ തിങ്ക് ഡെഫിനറ്റ്ലി എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ രണ്ടുപേരും പോർട്രേ ചെയ്ത് പോകുന്നുണ്ട്. ഇതിലൂടെ അവർ എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്, ബട്ട് ഇറ്റ് വിൽ ഓൾസോ ബി യുണീക്ക്. ആൻഡ് ഞാനില്ലായിരുന്നെങ്കിൽ ഈ സിനിമയിൽ എനിക്കതൊരു ഭയങ്കര എക്സൈറ്റിംഗ് കോമ്പിനേഷൻ ആയിട്ടാണ് തോന്നുന്നത്. I remember he kept saying, no, he is dying for your attention. He is dying for attention. This attention is for the people now. മകളെ സുന്ദരി അമ്മയോട് തന്നെ അന്വേഷണം പറയണം. അമ്മ ഹാപ്പി അല്ലേ? അമ്മ സൂപ്പർ ഹാപ്പിയാണ്. അമ്മയുടെ ഹാപ്പിനെസ് ആണ് ഇപ്പൊ കേരളം ആഘോഷിക്കുന്നത്. അമ്മയുടെ ഹാപ്പിനെസ് എത്ര നാളായിട്ടില്ല കേരളം മൊത്തമായി. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ സന്തോഷം. ഞാൻ എന്തെങ്കിലും ചോദ്യം മിസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവസാനം ഉത്തരം പറയാം. അത് മറന്നുപോയില്ലേ, വിട്ടേര്. അയ്യോ, അത് പറയണം. അയ്യോ സോറി. നീ എന്തിനാ മെമ്മറബിൾ?
പറഞ്ഞപ്പോ ഉടനെ വേറെ മോശം എന്താടാ ഞാൻ നിന്നെ പിടിച്ചിടിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് ആക്ച്വലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം പറയാം. ഞാൻ പാരഡൈസിന്റെ തന്നെ ഷൂട്ടിന്റെ പോയിന്റിൽ അപ്പോൾ ഒരു ദിവസം ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കിത് ഭയങ്കര ക്രൂഷ്യൽ സീനാണ്, എല്ലാ ആക്ടേഴ്സും ഉണ്ട് അതിൽ. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കിത് കിട്ടുന്നില്ല, ഡയറക്ടർക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല, രാജുവേട്ടന് ഒരു പ്രശ്നവും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതിലും ബെറ്റർ ആവണം, ഇത് എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ദർശനമായിട്ട് ചെന്നിട്ട് ഞാൻ ചെയ്യുന്നത് മറ്റേ ഇതല്ലേ സ്റ്റോക്ക് അഭിനയമായിട്ട് തോന്നുന്നില്ല, എനിക്ക് മൊത്തത്തിൽ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ദർശൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനൊന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഈ സീനിനുള്ളിൽ തന്നെ നിൽക്ക്, ഈ കൂടെയുള്ള കോ ആക്ടേഴ്സും ഈ മൊമെൻറ്റും മാത്രമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, അതിനപ്പുറത്തേക്കുള്ള റിയാലിറ്റിയിലേക്ക് പോകണ്ട, കേശവായിട്ട് നിൽക്കൂ, ഈ സ്പേസിൽ നിൽക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഷോട്ട് അത് ട്രൈ ചെയ്യാം എന്ന് തീരുമാനിച്ചു. ആൻഡ് ഭയങ്കരമായിട്ട് എൻ്റെ പരിപാടി മാറി, എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാൻ അതിൻ്റെ അടുത്ത ഷോട്ട്. So that was a very positive. So actually this is very complimenting friendship അല്ലേ? It's nice. അങ്ങനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിൽ. I've always felt like he pushes me to my best. That's very fruitful. I'm not even talking to you, I'm talking to her. അതെ, അങ്ങോട്ട് I didn't say anything. I could feel that energy of it. What is it? എൻ്റെ ഒരു ക്ലോസ് കട്ട് ചെയ്തിരുന്നു കേട്ടോ ആ മൊമെന്റിൽ. എല്ലാവരും കാണട്ടെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. What is this nonsense? Nonsense. This gang. ഞാൻ ഇനി നിങ്ങളോട് ഒറ്റയ്ക്ക് ഇന്റർവ്യൂ ചെയ്യുന്നുള്ളൂ. ഇല്ല, ഞാൻ ദർശനിക്ക് മാത്രമേ ഇന്റർവ്യൂ ഉള്ളൂ. അടുത്ത സിനിമ നിങ്ങൾ. മൈക്കാരിൽ താങ്ക് യു സോ മച്ച്. Thank you. Bye.